രാഹുൽ ഈശ്വർ, ഇപ്പോൾ ബി.ജെ.പി. ഔദ്യോഗികമായിട്ട് തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഈ ടിപ്പു സുൽത്താനെ വെള്ള പൂശുന്നവരുടെ, താങ്കളും അങ്ങനെയാണല്ലോ, വെള്ള പൂശുന്നു എന്നുള്ള ഗണത്തിൽ താങ്കളെയും ഉൾപ്പെടുത്താവുന്നതാണ്. കാരണം താങ്കൾ ആ രീതിയിലാണ് ടിപ്പുവിനെ കാണുന്നതും. അപ്പോൾ അവർക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ഇതെന്നാണ് ബി.ജെ.പിയുടെ ഔദ്യോഗിക വിശദീകരണം. അതുകൊണ്ട് ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കുക തന്നെ ചെയ്യും എന്നും ബി.ജെ.പി. പറയുകയാണ്. അതാണ് കെ സുരേന്ദ്രന്റെ വാക്കുകളിൽ പ്രതിഫലിച്ചതെന്ന്. അതാണ് മഞ്ജുഷ് വ്യത്യാസം. ഞാൻ ടിപ്പു സുൽത്താനെ വെള്ള പൂശുന്ന ഒരു വ്യക്തിയല്ല. ടിപ്പു സുൽത്താൻ വെള്ളയാണ്. ടിപ്പു സുൽത്താൻ ഹീറോ ആണ്. ടിപ്പു സുൽത്താൻ നായകനാണ്. ഒരു സംശയവും വേണ്ട. അത് രാഹുൽ ഈശ്വർ അല്ല പറയുന്നത്. RSSന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, RSSന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജേർണലിസ്റ്റ്, RSSന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റലക്ച്വൽ KR മൽക്കാനി എന്ന് പറയുന്ന BJPയുടെ ഫൗണ്ടിംഗ് മെമ്പർ, BJPയുടെ വൈസ് പ്രസിഡന്റ് LK അദ്വാനി ഫോർവേഡ് എഴുതിയ പുസ്തകത്തിൽ പറയുകയാണ്. ഞാൻ ആ വരി കൃത്യമായിട്ട് വായിക്കാം. ഞാൻ സബ്മിറ്റ് ചെയ്യുന്നു, അക്ബറും ദാരാ ഷിക്കോവും ടിപ്പു സുൽത്താനും ഹീറോസ് ആണ്, അവർ വില്ലൻസ് അല്ല. ഇത് പറയുന്നത് രാഹുൽ ഈശ്വർ അല്ല. നേരത്തെ ശ്രീ പണിക്കർ സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ നീലാണ്ട സാർ സൂചിപ്പിച്ചതുപോലെ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ടിപ്പുവിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അത് അശോകന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലേ? അതും പറയുന്നത് രാഹുൽ ഈശ്വർ അല്ല. അതും പറയുന്നത് KR മൽക്കാനിയാണ്. അതായത് ഞാൻ ആരുടെയും പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് ഇവിടെയുള്ള പല പ്രസ്ഥാനങ്ങളിലും പെട്ട ആൾക്കാർ വള്ളിനിക്കറിട്ട് നടക്കുന്ന കാലത്ത് RSSന്റെ തലപ്പത്ത് പോയി BJPയുടെ ഫൗണ്ടിംഗ് മെമ്പറായി നിന്ന KR മൽക്കാനിയെ കോട്ട് ചെയ്താണ് ഞാൻ സംസാരിക്കുന്നത്. ഈ KR മൽക്കാനി എഴുതുന്നത് എപ്പോഴാണെന്നും കൂടെ അറിയണം. അതായത് രാമായണത്തിന് ശേഷം ടിപ്പു സുൽത്താന്റെ സീരിയൽ ദൂരദർശനി വന്നു. അന്ന് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായി. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് KR മൽക്കാനി ഉദ്യമം ഏറ്റെടുക്കുന്നത്. എന്നിട്ട് KR മൽക്കാനി എടുത്തു പറയുന്നുണ്ട്, നമ്മുടെ കേരളവും അതിൽ സിഗ്നിഫിക്കന്റ് ആണ്. തിരുവിതാംകൂറിലും കേരളത്തിലും ടിപ്പുവിന്റെ ആക്രമണങ്ങളിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷെ രാജാക്കന്മാരല്ലേ, ഇവരാരും സന്യാസിമാരല്ലല്ലോ. അവരുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ ഉണ്ടായി കാണാം, സംശയമില്ല. പക്ഷെ ടിപ്പു എന്ന് പറയുന്നത്, KR മൽക്കാനിയുടെ വാക്ക് കൃത്യമായി പറഞ്ഞാൽ, ടിപ്പു മരിച്ചത് കാരണമാണ് 150 വർഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ തീജ്വാല അണഞ്ഞു പോയത്. ടിപ്പുവിന്റെ കൊച്ചുമക്കൾ ഇന്ന് കൽക്കട്ടയുടെ തെരുവോരങ്ങളിൽ റിക്ഷ വലിച്ച് ജീവിക്കുന്നത് ടിപ്പുവിന്റെ രാജ്യസ്നേഹവും ആത്മാഭിമാനവും കാരണമാണ്. ഇത് പറയുന്നത് RSSന്റെ ഏറ്റവും വലിയ ചിന്തകനാണ്. അവിടെയാണ് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിലും വിനയത്തോടെ ശ്രീ ഹസ്കറിനെ പോലുള്ള, നീലാണ്ടൻ സാറിനെ പോലുള്ളവരെ എതിർക്കേണ്ടി വരുന്നത്. എന്ത് പറയുമ്പോഴും ജനറലി RSS എന്ന് പറഞ്ഞ് എതിർക്കുകയും ഈ ഹിന്ദു എന്ന് പറഞ്ഞ് എതിർക്കുകയും ചെയ്യുന്നതിന് അർത്ഥമില്ല. നേരെ മറിച്ച് RSSൽ തന്നെ കാര്യഗൗരവമുള്ളവർ, ഈ വിഷയത്തെ ആഴത്തിൽ പഠിച്ചവർ, ഈ വിഷയത്തെ ഗൗരവമായി കണ്ടവർ എഴുതിയ നിലപാടുകളും പുസ്തകങ്ങളും ഒക്കെയുണ്ട്. അതായത് കർണാടകത്തിലെ നാഗേഷോ, അല്ലെങ്കിൽ നമ്മുടെ അയാളുടെ പേരെന്തായിരുന്നു, ഇപ്പൊ MP ആയിരുന്നു, അനന്തകുമാർ ഹെഗ്ഡിയോ പോലുള്ള തലയ്ക്ക് വെളിവില്ലാത്ത കുറെ ആൾക്കാർ പറയുന്ന വാക്കുകൾ കേട്ടല്ല നമ്മൾ ടിപ്പു സുൽത്താനെ അളക്കേണ്ടത്. RSSൽ തന്നെയുള്ള വളരെ മുതിർന്ന, വളരെ ചിന്താശേഷിയുള്ള, ഇപ്പൊ ശേഷാദ്രിചാരിയെ പോലുള്ളവർ വളരെ നല്ല ആൾക്കാരാണ്. അല്ലെങ്കിൽ ഒരുപാടെങ്കിലും ഇന്ത്യയിലേക്ക് ഗുരുജി ഗോൾവൽക്കറിനെ പോലുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ KR മൽക്കാനിയെ പോലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ പാഞ്ചജന്യയുടെയും ഓർഗനൈസറിന്റെയും മദർലാൻഡിന്റെയും എഡിറ്റർ ആയിരുന്ന ആളാണ് KR മൽക്കാനി. അതായത് RSSന്റെ എല്ലാ പ്രസിദ്ധീകരണങ്ങളുടെയും ഏറ്റവും കൂടുതൽ എഡിറ്റർ ആയിരുന്ന ഇന്റലക്ച്വലായ മൽക്കാനിയുടെ നിലപാടാണ്. അവിടെയാണ് ശ്രീ ഹസ്കർ അടക്കം എതിർക്കുമ്പോ RSS ഫോബിയ അല്ല വേണ്ടത്. RSSലെ മൽക്കാനി പോലും എഴുതിയ നിലപാട് ചൂണ്ടിക്കാട്ടുക. അല്ലെങ്കിൽ നമ്മുടെ നീലാണ്ടൻ സാറിനൊരു മതേതരത്വത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്നല്ല, ടിപ്പുവിന് ഒരുപാട് മതസൗഹാർദ്ദത്തിന്റെ സ്പേസ് ഉണ്ടായിരുന്നു. ഉദാഹരണം, കൊല്ലൂർ മൂകാംബിക ടെമ്പിളിൽ സലാം മംഗളാരതി എന്നൊരു ചടങ്ങുണ്ട്. ഇപ്പം നമ്മുടെ ചില അൾട്രാ റൈറ്റ് വിങ് സുഹൃത്തുക്കൾ അത് നിർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അല്ലെങ്കിൽ അങ്ങനെ ഒരു മൂവ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. സലാം മംഗളാരതി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂകാംബിക ദേവിയുടെ ചൈതന്യം കണ്ടപ്പോ മംഗളാരതി, ദൈവാരാധന ഒഴിയുന്ന സമയത്ത് ടിപ്പു സുൽത്താൻ സലാം ചൊല്ലി. അങ്ങനെയാണ് അതിനുശേഷം അത് സലാം മംഗളാരതി എന്നറിയപ്പെടുന്നത്. അങ്ങനെ എന്നാൽ ടിപ്പു അതാണ് ഈ രാജാക്കന്മാർക്ക് പലപ്പോഴും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്, വെള്ളയും കറുപ്പും ഉണ്ട്. ഇതിൽ ആരെയും വെള്ള പൂശണ്ട, എന്നാൽ അവരുടെ വെള്ള നമ്മൾ കാണാതിരിക്കരുത്. ശ്രീരംഗത്തെ അമ്പലത്തെ കുറിച്ചൊക്കെ ടിപ്പു സുൽത്താൻ ഏറ്റവും ആദരവോടെയാണ് കണ്ടിരുന്നതെന്ന് പറയുന്നത് KR മൽക്കാനി തന്നെയാണ്. ശരി, താങ്കൾ KR മൽക്കാനിയെ കോട്ട് ചെയ്താണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ശ്രീ പണിക്കർ, ഈ വെള്ളപൂശൽ എന്നുള്ള BJPയുടെ ഈ ഒരു ഭാഷ്യമുണ്ടല്ലോ, അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ടിപ്പുവിനെ വെള്ള പൂശുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് ഇത്തരത്തിലുള്ള ഈ ഗണപതി വട്ടം എന്ന പേരുമാറ്റം ആവശ്യപ്പെടുന്നതിന് പിന്നിൽ, അത് ചർച്ചയാക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണെന്നാണ് BJP പറയുന്നത് ഔദ്യോഗികമായിട്ട്. അല്ല, ചർച്ചയാക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശ്രീ K സുരേന്ദ്രന് MP ആയി ജയിച്ചാൽ പോലും സാധ്യമല്ലാത്ത ഒരു കാര്യത്തിനെ പറ്റി അദ്ദേഹം പറയുമ്പോൾ അതിനർത്ഥമെന്ന് പറഞ്ഞാൽ അത് മറ്റൊരു തലത്തിൽ ചർച്ചയാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് BJP ഒളിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തീർച്ചയായിട്ടും ചർച്ചയാക്കുക എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം, മുസ്ലിം സമുദായത്തെ മുഴുവൻ ടിപ്പു സുൽത്താൻ പ്രതിനിധാനം ചെയ്യുന്നു എന്ന രീതിയിലുള്ള ഒരു അഭിപ്രായം ഉണ്ടാകുമ്പോഴാണ് അദ്ദേഹം ഒരു ഇസ്ലാം മതപ്രചാരകനോ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു ഇസ്ലാമിൻ്റെ ഒരു എന്താ പറയുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു ഇമാം എന്നോ അല്ലെങ്കിൽ അവരുടെ ഒരു ഉസ്താദ് എന്നോ
അവരുടെ ഒരു മതപണ്ഡിതൻ എന്നൊക്കെ പറയാവുന്ന ഒരാളൊന്നുമല്ല. ഇസ്ലാമിൻ്റെ ഒരു പ്രതീകമായിട്ട് ടിപ്പു സുൽത്താനെ പല ആൾക്കാരും ഏറ്റെടുക്കുകയും അതുവഴി ഇത് ഇസ്ലാമിനെതിരായിട്ടുള്ള ഒരു ആക്രമണമാണ് എന്ന നിലയ്ക്ക് അതിനെ പറയുകയും ചെയ്യുകയാണ്. മുഗൾ പാരമ്പര്യം പോലെയുള്ള ഒരു രാജാവല്ല ടിപ്പു സുൽത്താൻ എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട അല്പം മുമ്പ് ശ്രീ ഹസ്കർ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ചില ക്ഷേത്രങ്ങളൊക്കെ അദ്ദേഹം എങ്ങനെയാണ് സംരക്ഷിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യ ഭാഗത്ത് സംസാരിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ കോർട്ട് അസ്ട്രോളജേഴ്സിന് താല്പര്യമുണ്ടായിരുന്ന ചില ക്ഷേത്രങ്ങളെ അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചരിത്രപരമായിട്ടുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ അല്പം മുമ്പ് എനിക്ക് തോന്നുന്നു ശ്രീ CR നീലകണ്ഠനാണെന്ന് തോന്നുന്നു മലബാർ മാനുവലിനെ പറ്റി പറഞ്ഞു. മലബാർ മാനുവലിൽ നോക്കിക്കഴിഞ്ഞാൽ ടിപ്പു സുൽത്താൻ നശിപ്പിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളുടെ ഒരു എൻറ്റയർ ലിസ്റ്റ് മലബാർ മാനുവലിൽ കിട്ടും. അത് ഒരു കാര്യം. രണ്ട്, ലൂയിസ് റൈസ് എന്ന് പറയുന്നിട്ടുള്ള ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ബ്രിട്ടീഷ് എപ്പിഗ്രാഫിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഡയറക്ടർ ആയിരുന്നയാളാണ്. അദ്ദേഹം ടിപ്പു സുൽത്താനെ പറ്റി റിസർച്ച് ചെയ്തതിന് ശേഷം അദ്ദേഹം എഴുതിയിരിക്കുന്ന, ഇന്ത്യക്കാരനല്ല, അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു പുസ്തകത്തിൽ പറയുന്ന ഏതാനും വരികൾ ഇങ്ങനെയാണ്: ഇൻ ദ വാസ്റ്റ് എംപയർ ഓഫ് ടിപ്പു സുൽത്താൻ ഓൺ ദ ഈവ് ഓഫ് ഹിസ് ഡെത്ത്. അതായത് ഈ മൈസൂറിൽ അദ്ദേഹത്തിൻ്റെ വലിയ ഒരു അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഭരണമുള്ള ആ ഏരിയയിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ തലേ ദിവസം പോലും ദർ വെർ ഓൺലി 2 ഹിന്ദു ടെമ്പിൾസ് ഹാവിംഗ് ഡെയിലി പൂജാസ് വിതിൻ ദ ശ്രീരംഗപട്ടണം ഫോർട്രസ്. 2 ക്ഷേത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ ഈ പറയുന്ന പോലെ ശ്രീരംഗപട്ടണം ക്ഷേത്രമുണ്ട്, അവിടെയുള്ള ക്ഷേത്രമുണ്ട്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒന്ന് മേലുകോട്ട് ക്ഷേത്രമായിരിക്കും. It is only for the satisfaction of the Brahmin astrologers who used to study his horoscope that Tipu Sultan had spared those 2 temples. The entire wealth of every Hindu temple was confiscated before 1790. 1790 മുമ്പ് തന്നെ എല്ലാ ക്ഷേത്രങ്ങളുടെയും സ്വത്ത് അദ്ദേഹം എടുത്തിരുന്നു. itself mainly to make up for the revenue loss due to total prohibition in the country. അപ്പോൾ രാജ്യത്തുണ്ടായിരുന്ന റവന്യൂ നഷ്ടം നികത്തുന്നതിന് വേണ്ടി എല്ലാ ക്ഷേത്രങ്ങളെയും അദ്ദേഹം ആക്രമിച്ച് കീഴടക്കിയിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് പിന്നീട് പല ചരിത്രകാരന്മാരും പറയുന്നുണ്ട്. ഏതാണ്ട് 8000 ക്ഷേത്രമെങ്കിലും അദ്ദേഹം നശിപ്പിച്ചിരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ മലബാർ മാനുവലിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട്, മലപ്പുറം, പൊന്നാനി, കണ്ണൂർ, എടപ്പാട്, ഏറനാട് എന്നിങ്ങനെ സ്ഥലം തിരിച്ചതിന് ശേഷം ഏതൊക്കെ ക്ഷേത്രങ്ങളാണ് നശിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഇവിടെയുള്ള മമ്മിയൂര്, ഗുരുവായൂര്, പിന്നെ തൃക്കണ്ടിയൂര്, തളി, പുത്തൂര്, ഗോവിന്ദപുരം, നിരവധി ക്ഷേത്രങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രങ്ങളുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ 8000 ക്ഷേത്രങ്ങളെ നശിപ്പിച്ചിരിക്കുന്ന ഒരാൾ, അത് ചരിത്രകാരൻ, ഞാൻ പറയുന്നത് ഇന്ത്യക്കാരായിട്ടുള്ള ചരിത്രകാരന്മാരല്ല, RSS ഹിസ്റ്റോറിയൻസ് അല്ല, നേരെ മറിച്ച് വിദേശത്ത് നിന്ന് ടിപ്പു സുൽത്താനെ പഠിച്ചിരിക്കുന്ന ആൾക്കാർ പറയുന്ന 8000 ക്ഷേത്രങ്ങളിലധികം നശിപ്പിച്ചിട്ടുള്ള ഒരാളിൻ്റെ 1-2 ക്ഷേത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കോർട്ട് അസ്ട്രോളജേഴ്സിൻ്റെ തൃപ്തിക്ക് വേണ്ടി അതിനെ സ്പെയർ ചെയ്തു എന്നതിൻ്റെ പേരിൽ അദ്ദേഹം ഒരു മതേതരനാവുന്നില്ല. അദ്ദേഹം മൽക്കാനിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ രാഹുൽ ഈശ്വർ അത് കോട്ട് ചെയ്തിരിക്കുന്ന മൽക്കാനിയെയാണ്. അല്ല, ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം RSSന്റെ കണ്ണിൽ കൂടി കാണുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞത് കളേർഡ് അല്ലാത്ത ഒരാൾ പറയുകയാണ്. ലൂയിസ് റൈസ് എന്ന് പറയുന്ന ആൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറായിരുന്ന, ബ്രിട്ടനിലെ തന്നെ ഫോർമോസ്റ്റ് എപ്പിഗ്രാഫിസ്റ്റുകളിൽ ഒരാളായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്ന കാര്യത്തിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ മലബാർ മാനുവൽ, അതാരാണ്, വില്യം ലോഗൻ്റേതല്ലേ. അപ്പോൾ മലബാർ മാനുവൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നതൊന്നും തന്നെ RSS ഉണ്ടാകുന്നതിനൊക്കെ എത്രയോ മുമ്പുണ്ടായിരിക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഐസ് നോക്കിയതിന് ശേഷം അവർ കണ്ടെത്തിയിരിക്കുന്ന കാര്യത്തിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ടോട്ടലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു അഭിപ്രായം. ആ അഭിപ്രായത്തിൽ 8000 ക്ഷേത്രങ്ങളെ നിങ്ങൾ നശിപ്പിച്ചതിന് ശേഷം ശ്രീരംഗപട്ടണം ക്ഷേത്രത്തിനെയോ അല്ലെങ്കിൽ മേലുകോട്ട് ക്ഷേത്രത്തിനെയോ മാത്രം സംരക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടാണ് ആ ക്ഷേത്രങ്ങൾ സ്പെയർ ചെയ്യപ്പെട്ടത് എന്ന രീതിയിൽ ചിന്തിക്കുന്നത്. അപ്പോൾ ഹീറോയാണ് ടിപ്പു എന്നുള്ള കാര്യം താങ്കൾ അംഗീകരിക്കുന്നില്ല. രാഹുൽ ഇവിടെ ഹീറോയാക്കി തന്നെ, അതാണ് ഈ BJP പറയുന്നത് വെള്ള പൂശുന്നവർക്കുള്ള മുന്നറിയിപ്പാണിതെന്ന്, ടിപ്പു സുൽത്താനെ വെള്ള പൂശുന്നവർക്കുള്ള മുന്നറിയിപ്പാണെന്ന്. അപ്പോൾ ഇവിടെ രാഹുൽ അന്നേരവും ആവർത്തിക്കുകയാണ് ഹീറോ തന്നെയാണെന്ന്. ശ്രീജിത്ത്, അല്ല, ടിപ്പു സുൽത്താനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഈ മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. ഒറ്റ ഷെയ്ഡ് അല്ല, പല ഷെയ്ഡ്സ് ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമായിക്കോട്ടെ, രാജ്യത്തിൻ്റെ താല്പര്യമായിക്കോട്ടെ, എന്തായാലും അദ്ദേഹം ബ്രിട്ടീഷുകാരെ എതിർത്തു എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫാക്ട് ഓൺ റെക്കോർഡ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ അത് നമുക്കൊരു പക്ഷേ അധിനിവേശത്തിനെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് നിലകൊണ്ട ഒരാൾ എന്ന രീതിയിലത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആ നിലപാടിനോട് നമുക്ക് ചേർന്ന് നിൽക്കാം. പക്ഷേ അതേ അധിനിവേശം മറ്റു പല രാജ്യങ്ങളിലും കാണിച്ച്, അതായത് പല നാട്ടുരാജ്യങ്ങളിലും കാണിച്ചിരുന്ന, നമ്മുടെ തിരുവിതാംകൂർ വരെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തെ വിപുലമാക്കുന്നതിനും എങ്ങനെയാണോ ഇന്ത്യയോട് പെരുമാറിയത് അതേപോലെ മറ്റുള്ള നാട്ടുരാജ്യങ്ങളോട് പെരുമാറാനായിട്ട് ശ്രമിച്ചിരുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം നിരവധി ക്ഷേത്രങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, നിരവധി ഷെയ്ഡ്സ് ഓഫ് ഗ്രേ ആണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്.
ശ്രീ പറഞ്ഞതൊക്കെ വളരെ കറക്റ്റ്. എനിക്ക് എന്നോട് സ്പിരിറ്റിൽ യോജിപ്പാണ്. ഞാൻ ഈ ലൂയിസ് റൈസ് വായിച്ചിട്ട് ഞാൻ തീർച്ചയായും റെഫർ ചെയ്യാം, സംശയമില്ല. പക്ഷെ ഇവിടുത്തെ പോയിന്റ് എന്താ? ഇപ്പൊ ഉദാഹരണം നമ്മുടെ പൊന്നിയൻ സെൽവൻ, നമ്മുടെ ചോള രാജാവാണ്. അദ്ദേഹത്തിന്റെ ഒരു പേരുണ്ട് കേരളാന്തകൻ. അതായത് ഈ ചേരന്മാരെ നശിപ്പിക്കുന്ന വ്യക്തി എന്നൊക്കെ അർത്ഥത്തിലാണ്. ഇപ്പം കേരളാന്തകൻ അന്ന് ശരിയാണ്, നമ്മുടെ കാന്തല്ലൂർ ശാല അടക്കം അവർ ആക്രമിച്ച് നശിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ശരിയാകാം, തെറ്റാകാം. ഇന്ന് അതിന്റെ പേര് അവരോട് ദേഷ്യം വെച്ചുകൊണ്ടിരുന്നതിന്റെ എന്താ കാര്യമുള്ളത്? ഇപ്പൊ നമ്മുടെ പൂജനീയ സർസംഘചാല ഗുരുജി, നമ്മുടെ മോഹൻ ഭഗവത്ജി തന്നെ പറയുകയുണ്ടായി, 2000 വർഷത്തോളം നമ്മൾ നമ്മുടെ പിന്നോക്കക്കാരോട് മൃഗങ്ങളെക്കാൾ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തത്, ഞങ്ങൾ സവർണ ഹിന്ദുക്കൾ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെന്ന്. അതിന്റെ പേര് നാളെ ഒരു പിന്നോക്ക സമൂഹത്തിലെ സഹോദരൻ എന്നോട് വന്ന് ദേഷ്യം തീർത്തതിന് അർത്ഥമുണ്ടോ? അവിടെയാണ് മഹാത്മാഗാന്ധി അംബേദ്കറെ കുറിച്ച് പറയുന്നത്, അംബേദ്കർ നമ്മുടെ തല തല്ലി പൊളിക്കാതിരിക്കുന്നത് തന്നെ അംബേദ്കറുടെ ഭാഗത്തു നിന്നുള്ള ആത്മനിയന്ത്രണമാണ്. അപ്പം പഴയതിന്റെ നന്മകൾ എടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്റെ മാത്രം നിലപാടല്ല. ശ്രീ രവിശങ്കറിനോട് ഈ വിഷയത്തിൽ നിലപാടുണ്ടായപ്പോൾ ശ്രീ രവിശങ്കറിനോട് ഒന്ന് നാഷണൽ മീഡിയ ചോദിച്ചു. ശ്രീ രവിശങ്കർ ബാംഗ്ലൂരുള്ള ആൾ കൂടിയാണ്. ശ്രീ രവിശങ്കർ പറഞ്ഞു, ടിപ്പുവിന് നല്ല വശമുണ്ട്, ടിപ്പുവിന് നല്ലതല്ലാത്തൊരു വശമുണ്ട്. ആ നല്ല വശങ്ങളെ നമുക്ക് ഒരുമിപ്പിച്ച് മുമ്പോട്ട് പോകാം. ടിപ്പുവിന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ ശ്രീത്ത് പറഞ്ഞതുപോലെ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. എനിക്ക് തോന്നുന്നു അതൊരു തർക്ക വിഷയം പോലും ആവില്ല. അമ്പലങ്ങളുടെ പ്രശ്നമുണ്ട്, എനിക്ക് തോന്നുന്നു നിർബന്ധിത മതപരിവർത്തനം, അങ്ങനെ അദ്ദേഹത്തിന് ഈ മംഗലാപുരത്ത് നിന്നൊക്കെ ഒരുപാട് അലിഗേഷൻ ഉണ്ട്. ചിലത് എക്സാജറേറ്റഡ് ആണെന്ന് പറയുന്നു, അറിയില്ല. ഇനിയും ചില ആൾക്കാർ ബ്രിട്ടീഷുകാർ മനഃപൂർവ്വം ഒരു ഹിന്ദു മുസ്ലിം സ്പർദ്ധയ്ക്ക് വേണ്ടി ശ്രമിച്ചതാണ്. അതായത് പ്രത്യേകിച്ച് മുസ്ലിം രാജാവായ ടിപ്പു സുൽത്താനെ ദുർബലപ്പെടുത്താനായി ഒരു കോക്കസ് ഉണ്ടാക്കാൻ ശ്രമിച്ചതാണെന്നും അതുകൊണ്ടാണ് മൈസൂർ രാജകുടുംബത്തിന് ബ്രിട്ടീഷുകാർ തിരിച്ചു കൊടുത്തതെന്നും ടിപ്പുവിന്റെ മന്ത്രി പോലും അദ്ദേഹത്തെ ചതിച്ചു എന്നൊക്കെ കഥകളുണ്ട്. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. പക്ഷെ നമ്മൾ ഇന്നലകളിലേക്ക് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുന്ന വിഷയങ്ങളിൽ നന്മ കൊണ്ട് മുമ്പോട്ട് പോകുക എന്നല്ലാതെ വേറെ എന്താണ് വഴി? അവിടെയാണ് നമ്മൾ, എനിക്ക് തോന്നുന്നു, ഞാൻ ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. ഇവിടെ ഇറങ്ങാനുള്ള സമയമായി, നമുക്കിവിടെ മൂവ്മെന്റ് സമയമായി. ഇപ്പൊ ഇവിടെ ഇസ്രായേലിലും പാലസ്തീനിലാണെങ്കിൽ പോലും പരസ്പര യുദ്ധവും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിൽ പ്രശ്നവും കാര്യങ്ങളും ഉണ്ട്. ഉള്ളതിന്റെ നന്മകൾ എടുത്ത് ആ നന്മകളിൽ ബിൽഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതല്ലേ നമുക്ക് വേണ്ടത്. ഇപ്പൊ അക്ബർ എന്ന് പറഞ്ഞാൽ ജലാലുദ്ദീൻ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി വളരെ സെക്കുലർന്നോ പ്ലൂറലിസ്റ്റ് എന്നോ ദിന്നില്ലാഹി ഉണ്ടാക്കിയതാണ്. അക്ബർ ആക്രമിച്ച് ഹിന്ദു രാജാക്കന്മാരെ കൊന്ന വിഷയങ്ങളില്ലേ? അക്ബറിന്റെ ഭാര്യ അടക്കമുള്ള പല കാര്യങ്ങളിലും അലിഗേഷനും മറ്റുണ്ട്. അത് പറയുന്ന പോലെ നമ്മൾ ചെയ്യില്ല. അപ്പം അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ല എന്നുള്ള ഗ്രേഡ് ഷെയ്ഡിൽ നിൽക്കുന്നവരെ നമ്മൾ ആ രീതിയിൽ എടുത്ത് മുമ്പോട്ട് പോവുകയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. വേറെ എന്താ ചെയ്യാൻ പറ്റുക? ശ്രീ രാഹുൽ, ഒരു കാര്യമുണ്ട്. നമ്മള് ഇന്നലകളെ പറ്റിയൊക്കെ പറയുമ്പോൾ ഒരു പരിധിവരെ അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ചരിത്രം നമുക്ക് മറക്കാതിരിക്കാം എന്ന് പറയുന്ന ലെസ് വി ഫോർഗെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രം, താങ്കൾ ഉൾപ്പെടെ ഇന്ത്യയിലുള്ള നിരവധി ആൾക്കാർ, കേരളത്തിലുള്ള നിരവധി ആൾക്കാർ പിന്നെ വലിയ ഇഷ്ടത്തോടു കൂടി പോകുന്ന ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹം അവിടെ നിന്നെടുത്ത് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കൊണ്ട് എത്രയോ കാലം വെക്കേണ്ടി വന്നതാണ്. അപ്പോൾ അത്ര മതേതരനായിട്ടുള്ള സംരക്ഷകനായിട്ടുള്ള ഒരാളായിരുന്നുവെങ്കിൽ ഒരു ക്ഷേത്രത്തിലെ മൂർത്തി, ആരാധനാമൂർത്തി അവിടെ നിന്ന് രായ്ക്ക് രാമാനം കടത്തി അമ്പലപ്പുഴയിൽ കൊണ്ടുപോയി ഒരുപാട് കാലം സംരക്ഷിച്ചു വെക്കേണ്ടുന്ന ഒരു കാര്യം അവിടെ ഉണ്ടാകുമായിരുന്നില്ല. സമാനമായിട്ട് മലപ്പുറത്തെ തൃക്കാവ് ക്ഷേത്രം, ഈ തൃക്കാവ് ക്ഷേത്രം എന്ന് പറയുന്നത് ടിപ്പു സുൽത്താന്റെ മറ്റൊരു ബാറ്ററി ആയിരുന്നു. ഈ തൃക്കാവ് ക്ഷേത്രം എന്ന് പറയുന്നത് മറ്റൊരു ടിപ്പു സുൽത്താന്റെ ബാറ്ററി ആയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തികളെ നശിപ്പിച്ചതിന് ശേഷം ആയുധപ്പുരയാക്കി. എന്തോ എത്ര ക്ഷേത്രങ്ങളുണ്ട് ഇന്ത്യയിൽ? ഹിന്ദു അത് മതമല്ല, അധികാരത്തിന്റെ പ്രശ്നമാണ്. ഞാൻ പറയുന്നത് അധികാരത്തിന്റെ പ്രശ്നമാണ്. ഹിന്ദു രാജാക്കന്മാർ കൊള്ളയടിച്ച ഹിന്ദു ക്ഷേത്രങ്ങളില്ലേ? ഞാൻ പറഞ്ഞ അതെ പ്രശ്നം. അതുകൊണ്ട് ഇഷ്ടംപോലെ രാജാക്കന്മാരുണ്ട്. അത് അല്ലല്ല, തരാതരം ഇതെങ്ങനെയാണ് മതമാകുന്നത് മതമല്ലാതാകുന്നത്? അല്ലല്ല, അവിടെ താല്പര്യം ടിപ്പു സുൽത്താന്റെ ചർച്ച വർഗീയമാക്കുന്നത് നിങ്ങളാണ്, ഞാനല്ല. ഞാൻ പറയുന്നത് ടിപ്പു സുൽത്താൻ സ്വാതന്ത്ര്യ സമര സേനാനി തന്നെയാണ്. ആ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ വർഗീയമാക്കുകയും ചെയ്യുന്ന ആരാ? നമ്മളല്ല. നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി എടുത്തു മാറ്റിയിട്ട് അവിടെ അദ്ദേഹത്തിന്റെ ബാറ്ററി ആക്കിയിട്ടുണ്ടെങ്കിൽ അത് മതേതരമോ സ്വാതന്ത്ര്യ സമരമോ അല്ല. സാർ ശ്രീ CR നീലകണ്ഠൻ, സ്വാതന്ത്ര്യ സമരത്തിൽ മതപരിവർത്തനത്തിന്റെ മഹാത്മാഗാന്ധി എത്ര പേരെ മതപരിവർത്തനം നടത്തി? മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിന്റെ പേരിൽ എത്ര ക്ഷേത്രങ്ങൾ ആക്രമിച്ചു? മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിന്റെ പേരിൽ എത്ര പേരെ മതപരിവർത്തനം നടത്തി? അപ്പൊ മതപരിവർത്തനവും സ്വാതന്ത്ര്യ സമരവും തമ്മിൽ ബന്ധമൊന്നുമില്ല.
നടന്നിരുന്ന മലബാർ കലാപം 1921 മലബാർ കലാപം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമല്ല എന്ന് പറയുന്നതിന്റെ കാരണം അന്ന് അവർ ബ്രിട്ടീഷുകാരെയാണ് എതിർത്തിരുന്നത് എങ്കിലും അതിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളായിട്ടുള്ള മതപരിവർത്തനവും അന്യമത വിദ്വേഷവും ക്ഷേത്രങ്ങളെയും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ്. അപ്പൊ ടിപ്പു സുൽത്താൻ ഈ 8000 വർഗീയതയാണോ ഭരണമാണ്? താങ്കൾ തരാതരം പറയരുത്. ടിപ്പു സുൽത്താൻ 8000 ക്ഷേത്രങ്ങളെ ആക്രമിച്ചിരിക്കുന്നത് മതേതര സ്വാതന്ത്ര്യ സമരമാണെന്നുള്ള അഭിപ്രായം ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ സിആർ നീലകണ്ഠൻ, ഇപ്പോൾ ഈ കാര്യം നടക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ BJP അവിടെ ഉയർത്തുന്ന വിഷയം എന്ന് പറയുന്നത് ടിപ്പുവിനെ വെള്ള പൂശാൻ വരുന്നവർക്കുള്ള മറുപടി എന്ന രീതിയിലാണ്. അതാണ് ഇവിടെ ശ്രീത്തും പറഞ്ഞത്. സിആർ മറുപടി, സിആർ സമയം തരാം. സിആർ മറുപടി, സിആർ മറുപടി. അല്ലല്ല, രാഷ്ട്രീയം അവരുടെ രാഷ്ട്രീയമാണ്. അതിനെ തന്നെയാണ് എതിർക്കുന്നത്.